കണ്ടില്ല എന്ന് നടിക്കുന്നതോ കാണാത്തതോ ആയ മറ്റൊരു മുഖമുണ്ട് ഇന്ത്യക്ക് ഉത്തരേന്ത്യയിൽ. ഈ പറയുന്ന ഒരു പുരോഗമനവും ഇന്നുവരെയും എന്ത് എന്ന് അറിയപ്പെടാത്ത ഒരു മനുഷ്യരുടെ കൂട്ടം, സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത് വിപണിയിൽ എത്തിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരുടെ കൂട്ടം, ഇവരുടെ ഇടയിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇവരെ മനുഷ്യരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് സ്ത്രീകൾക്ക്, രണ്ട് കന്യാസ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ വേണ്ടി അനുമതിയില്ല എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഭയപ്പെടുത്തണം. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തേണ്ടതുണ്ട്. ഈ പറയുന്ന ആർക്കെങ്കിലും ഈ കന്യാസ്ത്രീകൾ ചെയ്യുന്ന ഏതെങ്കിലും സേവനം ചെയ്യാൻ പറ്റുമോ? അമ്മമാർ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട മക്കളെ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കള്, ഇങ്ങനെ വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ വസിക്കുന്നവർ, കുഷ്ഠരോഗം ബാധിച്ചവർ, വ്രണിതരായവര്, ഇങ്ങനെ കണ്ടാൽ അറയ്ക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തിയവർക്ക് സമൂഹം കൊടുത്ത പേരാ കന്യാസ്ത്രീ അമ്മ. ഈ ഒരു കന്യാസ്ത്രീ അമ്മ, രണ്ട് കന്യാസ്ത്രീ അമ്മമാര് ഇന്ന് 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം ഈ സന്യാസം ഇതുപോലെ ജീവിച്ചിട്ട് അവർക്കിത്രയും കാണിച്ച് കാരുണ്യ പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെട്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് രാജ്യം വിചാരണ ചെയ്യട്ടെ, മാന്യമായിട്ട് നടന്നോട്ടെ, ബജരംഗി ദൾ പ്രവർത്തകർ അവരെ മർദ്ദിക്കുകയും വിചാരണയും ചെയ്യുന്നത് അങ്ങേയറ്റം ആക്ഷേപകരമാണ്. ഒരു രാജ്യത്തിന് ഇതിൽ കൂടുതൽ തരം താഴാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ളവര്, ഒരു കാര്യം കൂടി ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളൊക്കെ ഇന്ന് നേഴ്സുമാരെ വിളിക്കുന്നുണ്ടല്ലോ, സിസ്റ്റേഴ്സ്. എവിടെ നിന്നാ ആ പദം വരുന്നത്? വസൂരി എന്ന സാംക്രമിക രോഗത്താല് നമ്മുടെ നാട് ഇങ്ങനെ വരഞ്ഞ് നട്ടം തിരിയുന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ്, അന്നത്തെ മഹാരാജാവ് കൊല്ലം ആർച്ച് ബിഷപ്പായിരുന്ന അലോഷ്യസ് മരിയ ബെൻസിംഗറോട് പറഞ്ഞു, പിതാവേ, എന്തെങ്കിലുമൊക്കെ അടിയന്തരമായിട്ട് ചെയ്യണം. മൂലം തിരുനാൾ മഹാരാജാവ് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ അടിയന്തരമായിട്ട് ചെയ്യണം. അപ്പോൾ പിതാവ് തന്നെ സ്വദേശമായ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക മദറായിരുന്ന മദർ പീറ്റ്ബർഗിനോട് പറഞ്ഞു, സിസ്റ്ററെ, നമുക്കൊരു 12 സിസ്റ്റേഴ്സിന്, നേഴ്സുമാരായിട്ടുള്ള സിസ്റ്റേഴ്സിനെ വേണം. അങ്ങനെ നേഴ്സുമാരായ സിസ്റ്റേഴ്സ് 21 ദിവസത്തെ യാത്ര ചെയ്ത് കേരളത്തിലെത്തിയപ്പോൾ അവരെ കേരളം സ്വീകരിച്ചത് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലെ അവർക്ക് നഴ്സിംഗ് ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ഒരു ദേവാലയവും പണിതു കൊടുത്തുകൊണ്ടാണ് കേരളം സ്വീകരിച്ചത്. അങ്ങനെ ഈ സിസ്റ്റേഴ്സ് ഈ മനുഷ്യർ എന്ന് പോലും വിളിക്കാത്ത, മനുഷ്യനായിട്ട് ഇതുവരെ കാണാത്ത ജാതിയുടെ വലിയ വിവേചനം നടന്നിരുന്ന ഈ നാട്ടില് എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ട് അവരെ ഒന്നായി മനുഷ്യനെ പോലെ ശുശ്രൂഷിച്ച അവരുടെ സ്നേഹസ്പർശനവും സ്നേഹ സാന്ത്വനത്തിനും ഔഷധത്തെക്കാൾ വിലയുണ്ട് എന്ന് കണ്ട അന്നത്തെ മനുഷ്യർ വിളിച്ചതാ സിസ്റ്റേഴ്സ്, സഹോദരന്മാരെന്ന്. ഇന്നത്തെ നേഴ്സുമാര് ആ ഒരു പദം പേര് കൈമാറി വരുക സഹോദരന്മാരെന്ന്. അങ്ങനെ നമ്മൾ സമൂഹം ഒന്നായി ഏറ്റെടുത്ത നമ്മുടെ സഹോദരന്മാര് ഇന്ന് പൊതുസമൂഹത്തില് ഇങ്ങനെ നിന്ദിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ മൗനമായി നിന്ന കാലം നമുക്ക് മാപ്പ് തരില്ല. കാലം മാപ്പ് തരാത്ത വലിയ ശിക്ഷയാണിത്. ഇന്ന് ഈ സമൂഹത്തിൽ നമ്മുടെ 2 സിസ്റ്റേഴ്സ് ഇങ്ങനെ അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നീണ്ടു പോകുന്നതോറും ചരിത്രം ഇന്ത്യ മഹാരാജ്യത്തിന് മാപ്പ് തരാത്ത വലിയ തെറ്റാണത്, വലിയ കളങ്കമാണ് അത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്ക് ആവർത്തിക്കാം. നമ്മുടെ രാജ്യം രാജ്യമായിട്ട് മാറുമ്പോൾ, നമ്മുടെ നാട് നാടായിട്ട് മാറുമ്പോൾ ജീവിതവും ജീവനും ഒഴിഞ്ഞുവെച്ച പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മമാരെ മറന്നുകൊണ്ടുള്ള പോക്ക് നമുക്കാർക്കും നല്ലതിനല്ല എന്നുള്ള ഓർമ്മ മനസ്സിലുണ്ടാകട്ടെ. ഈ ഒരു ചിന്തയില് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ആർക്കെതിരെയും പ്രതിഷേധിക്കേണ്ട, പക്ഷേ നീതി അതെവിടെയാണെങ്കിലും നീതിക്ക് വേണ്ടി മരണം വരെ നിൽക്കുവാനുള്ള ചങ്കൂറ്റം നമുക്ക് അവസാനം വരെ കാത്തു സൂക്ഷിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് ക്രൈസ്റ്റ്.